ഹലോ. സിനിമയ്ക്ക് എല്ലാവരും ഓൺലൈനിൽ റിവ്യൂ ഒക്കെ കൊടുക്കാറുണ്ട്. അതിൽ ഫേമസ് ആണ് ആറാട്ടണ്ണൻ, അതുപോലെ അലൻ ജോസ് പെരേറ, പിന്നെ ഒരു കിങ് ബോയ് വന്നു, പിന്നെ ഈ ഇതുപോലെ സിനിമാക്കാരെ വേഷമൊക്കെ കെട്ടി കുറേ പേരൊക്കെ വന്നു. ഇപ്പം കൂടുതലും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നമ്മൾ ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരയാണ്. ഇതിൽ അലൻ ജോസ് പെരേര ചെന്ന് ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചു. അതുപോലെ പിന്നെ ഏതോ കല്യാണങ്ങൾക്കൊക്കെ വിഷസ് പറയുന്നതിന് കൂടുതലും കൂട്ടുകാരുണ്ടല്ലോ, ഫ്രണ്ട്സ്, മറ്റുള്ളവർക്ക് കൂടെയുള്ളവർക്ക് എന്താണ് പറയുക, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെയൊക്കെയാണ് പെരേരയെ വിളിച്ച് അപ്രതീക്ഷിതമായിട്ട് അവിടെ എത്തിക്കുന്നത്. അതിന് പൈസയും കൊടുക്കുന്നുണ്ട്. അതുപോലെ ആറാട്ടണ്ണനും ഇതുപോലെയൊക്കെ കൊടുക്കുന്നുണ്ട്, ബർത്ത്ഡേ വിഷസ് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പോട്ട് കുഴപ്പമില്ല, ഇതൊക്കെ ചെയ്യാം, അവരെ വരുമാന മാർഗമാറ്റോ അല്ലാതെയൊക്കെ എന്തോട് ചെയ്തു. പക്ഷേ ഇവർ ഈ പോകുന്നതിൻ്റെ എല്ലാം പിന്നാലെ പോയി ഇന്ന് എവിടെ പോകുന്നു, അവൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതെങ്ങനെ, ഇവൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതെങ്ങനെ, അല്ലെങ്കിൽ തന്നെ ആറാട്ടണ്ണൻ പെരേരയെക്കുറിച്ച് എന്ത് പറഞ്ഞു, പെരേര ആറാട്ടണ്ണനെ കുറിച്ച് എന്ത് പറഞ്ഞു, നിങ്ങളെ കൂടെയുള്ള സെക്യൂരിറ്റിക്കാരൻ ഇന്നലെ ഒരു പെണ്ണിൻ്റെ കൂടെ പോകണമുണ്ടല്ലോ, നിൻ്റെ ഗാർഡായിട്ട് വന്ന ഒരു പെണ്ണിനെ എടുത്ത് ഇറക്കണമുണ്ടല്ലോ, കറക്കണ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പിന്നാലെ പോവാണ്. അതിൽ ഒരു ചാനൽ അലൻ ജോസ് പെരേരയുടെ കൂടെയാണ്. ആ ചാനൽ ചോദിക്കണം, അലൻ ജോസ് എവിടെയോ പോയിട്ട് പോവാണ്. അലൻ ജോസ്, നിങ്ങൾ വെർജിനാണോ? എപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടത്? എത്ര വയസ്സിലാണ്? ആരുടെ കൂടെയാണ്? ആണിൻ്റെ കൂടെയാണോ പെണ്ണിൻ്റെ കൂടെയാണ്? എന്തോന്ന് കണ്ടൻറ്റേ നിങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നത്? ഇത് ഒന്നുമില്ലെങ്കിൽ ഇത് പുറത്തേക്ക് വിടാനുള്ളതാണെന്നുള്ളൊരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ? സിനിമയുടെ റെസ്പോൺസ് എടുക്കാം, സിനിമയെക്കുറിച്ച് റിവ്യൂ പറയാം, സിനിമയുടെ പൂജ എടുക്കാം, ഇതുപോലെ പബ്ലിക് ഫംഗ്ഷൻസ്, ഇനാഗുറേഷൻസ്, ഇതിൻ്റെ എല്ലാ വീഡിയോ എടുക്കാം. ശരിയാണ്, പെർമിഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ വീഡിയോ എടുക്കാം. ആക്ട്രസ് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും ഒക്കെ എടുക്കാം. നിങ്ങൾ ടോപ്പ് ആംഗിളോ ലോ ആംഗിളോ എന്ത് വേണോ കാണിച്ചു. ഈ വഴിയെ പോണ പട്ടീടെ വായിൽ കോലിട്ട് കിളുക്കും എന്ന് പറഞ്ഞല്ലേ, യവനെയൊക്കെ വിളിച്ചിട്ട് അവനൊക്കെ എവിടെ പോകണം, അതാണ് ഇത്. എന്ത് വൃത്തികേടായി ഈ കാണിച്ചു കൂട്ടുന്നതെന്ന്. അലൻ ജോസ് ഒരു ആൽബം അങ്ങോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആൽബം ചെയ്യട്ടെ, ആൽബം ഇറങ്ങട്ടെ, കാണണമെന്നുള്ളവർ കാണട്ടെ. പക്ഷേ ഇവർ ഇതിനിടയ്ക്ക് ആറാട്ടണ്ണൻ ചോദിച്ചു, ഞാൻ കാണിച്ചു തരാം എൻ്റെ മൊബൈലിൽ എത്ര ബാലൻസ് ഉണ്ട്, എനിക്കൊരു വിഷസിന് 10,000 രൂപയുണ്ട്, അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് അത്രയും ഇവർ ഈ വിഷസ് പറഞ്ഞ് തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് ഇവിടെയുള്ള ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഏതെങ്കിലും വരുമാനത്തിന് ഒരുപാട് സോഴ്സുകളില്ലേ? ഈ 24 മണിക്കൂറും അലൻ ജോസിൻ്റെയും ആറാട്ടണ്ണൻ്റെയും പിറകെ ഈ ക്യാമറയും പിടിച്ചു പോയിട്ട് അവരെക്കുറിച്ച് തോന്നിയ അവരെ വായിന്ന് വീഴുന്നോ മണ്ടത്തനങ്ങൾ, പൊട്ടത്തനങ്ങൾ, അബദ്ധങ്ങൾ ഇതിനെ എടുത്ത് വീഡിയോ ചെയ്ത് പിന്നെ അതിൻ്റെ പേരിൽ കുറേ നാട്ടുകാർ എന്താണ് പറയുക, അതിൻ്റെ അടുത്ത് വന്ന് കമൻ്റ് ഇട്ട്, പിന്നെ അതുപോലെ വീണ്ടും ആ കമൻ്റ് ഇട്ടതിനെക്കുറിച്ച് ഇവരുടെ അടുത്ത് തന്നെ ചെന്നിരുന്ന് ചോദിച്ച്, ഇവരെ കാണുമ്പം അവരെ വിഷയം ചോദിക്കുക, അവരെ കാണുമ്പോൾ ഇവരെ വിഷയം ചോദിക്കുക. ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് അത് 2-3 ചാനൽ സ്പെഷ്യലൈസ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ്. അലൻ ജോസ് പെരേരയുടെ പിറകെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. നമ്മൾ എന്ത് തൊഴിൽ ചെയ്താലും എന്ത് വീഡിയോ ചെയ്താലും ഒരു സാമാന്യം ഒരു മര്യാദ വേണം. കള്ളത്തരം കാണിക്കുന്നതിന് ഒരു സാമാന്യം ഒരു സത്യസന്ധത വേണം. കാരണം നിങ്ങൾ കണ്ടന്റുകൾക്ക് ഈ നാട്ടിൽ ഒരു ക്ഷാമവുമില്ല, ഒരു ക്ഷാമവും കണ്ടന്റുകൾക്കില്ല. പക്ഷേ ഏറ്റവും ഈസിയാണ് ഇതുപോലെ ഓരോരുത്തരെ പിടിച്ച് ഇതുപോലെ ഒരു എന്താണ് പറയുക, ഇന്നർ മീനിങ് ഒക്കെ വച്ചിട്ട് കാണിച്ചിട്ട് അതിനെ ഒരു ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിവിടെ നടക്കുന്നത്? നമുക്ക് ഏത് കണ്ടന്റ് വേണോ എടുത്തിടാം. കാരണം അലൻ ജോസ് പരാതി പറയില്ല, ആറാട്ടണ്ണൻ പരാതി പറയില്ല. പക്ഷേ കാണുന്നവരെ എല്ലാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വീഡിയോ എടുക്കാൻ പോകുന്ന എല്ലാവരെയും ഒരുപോലെ മണ്ടന്മാരാക്കിക്കൊണ്ടുള്ള ഈ പരിപാടി കുറച്ചൊക്കെ ഒന്ന് നിർത്താം. കാര്യം ഇപ്പം പറയുന്നു, ഓരോ ഷോർട്ട് ഫിലിം എടുക്കാൻ പോയി ആ ഷോർട്ട് ഫിലിം എടുക്കുന്നവരെ കൂടെ പോകും, അവരുടെ കൂടെ അങ്ങ് പോകും. കൂടെ പോയി അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യണതും അവർ ഡ്രസ്സ് മാറുന്നതും അങ്ങോട്ട് നടക്കുന്നതും ഇങ്ങോട്ട് ഇരിക്കുന്നതും ചോറുന്നതും അവർ ഫോൺ ചെയ്യണതും അതും ഇതും ഒക്കെ എടുത്തിട്ടിട്ട് ഇവരെ ചെയ്ത് വിളിയേപ്പിക്കുകയാണ്. ഇവർ പോവാതിരുന്നാൽ ഇവർ ഈ വീഡിയോ കണ്ടിട്ടിരുന്നാൽ അവരവിടെ ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ട് അവരങ്ങ് പൊയ്ക്കോളും. പക്ഷെ സമ്മതിക്കൂല. അവരവിടെ ചെന്ന് അവരെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ച്, വിളിക്കാത്ത അതിഥിയായിട്ട് ചോദിച്ച് അവരുടെ ചെന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ച്, ഇത് എന്താണ് നിയന്ത്രണം, യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ പോക്ക്. ഈ ആറാട്ടണ്ണനെയും അലൻ ജോസ് പെരേരയും പിടിച്ച് കെട്ടാൻ ആർക്കും പറ്റൂല എന്ന് മനസ്സിലായി. അങ്ങനെ കെട്ടാൻ കഴിയുമായിരുന്നെങ്കിൽ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നിട്ടെങ്കിൽ ആറാട്ടണ്ണൻ മര്യാദ വലിച്ചന്. അതൊന്നും നടക്കാത്ത കാര്യമുണ്ട്. ഇവരൊക്കെ മുമ്പിൽ ക്യാമറ വയ്ക്കാതിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും പിടിക്കുന്നവർക്ക് കാണിച്ചൂടെ?